ഹായ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് യമുനാ നദിയും പിന്നെ ശ്രീകൃഷ്ണൻ ഇന്നും വന്നു പോകുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള ഒരു വിവരണവും പിന്നെ യു.പിയിൽ അതായത് ഉത്തർപ്രദേശിൽ കണ്ടുവരുന്ന ഒരു തരം പൂരിയും അതിൻ്റെ വിശേഷങ്ങളും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ താമസിക്കുന്ന അട്ടയില ചുങ്കിന്ന് ഒരു റിക്ഷയിൽ കയറി ഇങ്ങനെ യാത്ര തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത് എനിക്ക് ATM നിന്ന് പൈസ എടുക്കണം. ആകെ കൂടി ഈ ചേട്ടന് ഒരു 20 രൂപ കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ പോക്കറ്റ് കാലിയാവും. വൃന്ദാവൻ്റെ തെരുവുകളൊന്നും ഓണായി തുടങ്ങിയിട്ടില്ല. കാരണം ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കായാലും പിന്നെ ഇവിടുത്തെ തെരുവുകൾക്കായാലും ഒരു പ്രത്യേകതയുണ്ട്. കാരണം വിൻ്റർ സീസണിൽ ക്ഷേത്രങ്ങളൊക്കെ ഒരു 2 മണിക്കൂർ ലേറ്റായിട്ടാണ് ഇവിടെ തുറക്കുന്നത്. സമ്മറിൽ കുറച്ച് ഇപ്പം ഒരു 4 മണിക്ക് തുറക്കുന്ന ക്ഷേത്രമാണെങ്കിൽ വിൻ്റർ ടൈം ആകുമ്പോൾ ഒരു 6 മണിക്ക്, അപ്പോൾ 6 മണിക്ക് തുറക്കുന്നതാണെങ്കിൽ 8 മണിക്ക്. അങ്ങനെയാണ് ഇവിടുത്തെ ഷെഡ്യൂൾ. തണുപ്പിൻ്റെ കാഠിന്യം അനുസരിച്ച് അവർ ടെമ്പിളിൻ്റെ തുറക്കുന്ന ഒരു സമയവും അതിൽ മാറ്റം വരും, തുറക്കുന്നതും അടയ്ക്കുന്നതും. ഞാൻ സത്യം പറഞ്ഞാൽ ATM തപ്പി നടക്കുകയാണ്. ATM ഞാൻ 1-2 കണ്ടു, പക്ഷേ ഒരിടത്തും എല്ലാം പൂട്ടിയിട്ടേക്കുക. രാത്രിയാകുമ്പോൾ പൂട്ടിയിടും, പിന്നെ രാവിലെ ആകുമ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ തുറക്കത്തുള്ളൂ. അപ്പോൾ അല്ലാത്ത ഏതെങ്കിലും ATM ഉണ്ടോ എന്ന് ഇങ്ങനെ തപ്പി നടക്കുകയാണ്. ഇരിക്കത്തില്ല. ഇതാണ് ഇസ്കോൺ, നമ്മൾ ഇന്നലെ വന്നില്ലേ അത്. രാവിലെ കുറച്ച് പൂജകൾക്ക് ശേഷം വീണ്ടും അത് അടച്ചു. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ തുറക്കും. അപ്പോൾ അതും കടന്ന് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്കൊരു ATM കിട്ടി, താങ്ക്സ് ടു ഇൻഡസ്ഇൻഡ് ബാങ്ക്. അങ്ങനെ ഞാൻ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഒരു ചേച്ചി അതിൻ്റെ അകത്ത് കിടന്നുറങ്ങുന്നു. എന്നെ കണ്ട് പേടിച്ച്. അങ്ങനെ ഞാൻ ATM നിന്ന് പൈസ എടുത്ത് വീണ്ടും നടക്കുകയാണ്. എനിക്കിനി പോകേണ്ടത് യമുനാ തീരത്തേക്കാണ്, അതായത് ജുഗൽഘട്ട് എന്നാണ് ഞാൻ ഇപ്പോൾ പോകുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര്. ഞാൻ അങ്ങനെ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു. ഓട്ടോയ്ക്ക് എനിക്ക് ചിലവായത്, പുള്ളിക്കാരൻ അങ്ങോട്ട് പോകുന്ന വണ്ടിയല്ലായിരുന്നു, ഞാനല്ലാതെ. കാരണം എനിക്ക് ഇതിനു വേണ്ടി അലയാനുള്ള സമയമില്ല. അപ്പോൾ ആ സമയം വളരെ തുച്ഛമാണ്. മധുരയിൽ പോകണമെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു ഓട്ടോ വിളിച്ചു. അതിന് എനിക്കായത് 80 രൂപയാണ്. അങ്ങനെ ഓട്ടോ ചേട്ടൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വഴിയിലൊക്കെ ഇറക്കിയിട്ട് എന്നെയും കൊണ്ട് ജുഗൽഘട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ജുഗൽഘട്ട് എന്ന് പറയുന്നത് യമുനാ നദിയുടെ ഒരു ഭാഗമാണ്. ഈ കുളിക്കടവ് എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് ഘട്ടെന്ന് പറയുന്നത്. ഞാൻ ആദ്യത്തെ വീഡിയോയിലൊക്കെ ഇതിൻ്റെ വിശദീകരണം ഞാൻ തന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ വാരണാസിയിലൊക്കെ പോയപ്പോൾ. അങ്ങനെ ഞാൻ ഓട്ടോ ചേട്ടന് പൈസ കൊടുത്ത് അവിടെ നിന്ന് നേരെ ഇറങ്ങി. ഒരു ചെറിയ വഴി കേട്ടോ. ഇവിടെ രാത്രിയൊക്കെ ആകുമ്പോൾ ഓണാവും. ഇവിടെ ആരതിയുണ്ട്, യമുന ആരതി ഉണ്ടാവും. കടയൊക്കെ ഓണായി വരുന്നേ ഉള്ളൂ. ഇത്രയും വെളുപ്പാങ്കാലമൊക്കെ നമ്മളെപ്പോലുള്ള തിരക്കുള്ള മനുഷ്യർ മാത്രമേ ഇറങ്ങി നടക്കാറുള്ളൂ. കുറേ പേര് അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. രസം കേട്ടോ. ഞാൻ യമുനാ നദിയുടെ തീരത്തോട്ട് പോയപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ യമുനാ നദി നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ താജ്മഹലിൻ്റെ അവിടെ വെച്ച്. അതിമനോഹരമാണ്. നമുക്കൊരു പാട്ടുണ്ടല്ലോ, നദികളിൽ സുന്ദരി യമുന. അത് സത്യം പറഞ്ഞ ഓർമ്മ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആട്ടോ. ഇത്രയും ബ്യൂട്ടിയുള്ള ഒരു നദി ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഈ യമുന. ഗംഗാ നദിയെയും യമുനാ നദിയെയും കമ്പയർ ചെയ്താൽ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ യമുന കുറച്ച് മുന്നിലാണെന്ന് പറയാം. ഗംഗയ്ക്ക് ഗംഗയുടേതായ സൗന്ദര്യമുണ്ട്, അത് കുറച്ച് വന്യമാണെന്ന് തോന്നിപ്പോവും. യമുനാ നദിയുടെ സൗന്ദര്യം ആ കവി എന്തായാലും കണ്ടെഴുതിയതാവണം, അതങ്ങനെ വരാൻ ചാൻസ് ഉള്ളൂ. ഞാനങ്ങനെ രാവിലെ കുളിച്ചുകൊണ്ടാണ് ഞാൻ ഇറങ്ങിയത്. എന്നാലും ഇവിടെ നിന്ന് കുളിക്കാതെ പോകുന്നത് മോശമല്ലേ. ജസ്റ്റ് അവിടെ നിന്ന് സ്നാനം ചെയ്യണം, പൊങ്ങിക്കയറണം. അങ്ങനെ ഞാൻ അതിനുള്ള ഒരു സ്ഥലം നോക്കി ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. പക്ഷേ വെള്ളത്തിന് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അത്ര തണുപ്പില്ല കേട്ടോ.
പുറത്തുള്ള തണുപ്പ് വെള്ളത്തിനില്ല, അതാണ് സത്യം. എന്ത് മനോഹരം, ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. സൂപ്പറാട്ടോ. ആ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഞാൻ ഭയങ്കര ലക്കിയാട്ടോ. ഈ ടൈമിന് തന്നെ എനിക്ക് അവിടെ എത്താൻ പറ്റിയത് മഹാഭാഗ്യം എന്നൊക്കെ പറയുന്ന ഒരു ഇതാണ് കേട്ടോ. അത്രയ്ക്ക് അടിപൊളി വ്യൂ ആട്ടോ. ഞാൻ എങ്ങനെ ഈ സമയത്ത് അങ്ങ് എത്തി എന്നുള്ളതൊന്നും അറിയത്തില്ല. നോക്കൂ, എന്താ രസമെന്ന് നോക്കൂ, അടിപൊളിയല്ലേ. അത് നേരിട്ട് കാണണം, ആ ഫീല്. അയ്യോ, യമുന നദി. ഈ നദി കടന്നാണ് കൃഷ്ണനെയും കൊണ്ട് കൃഷ്ണൻ്റെ പിതാവായ വസുദേവർ ഒരു കൊട്ടയിലൊക്കെ ആക്കിയിട്ട് ഈ നദി കടന്നാണ് നേരെ മധുരയിൽ നിന്നും വൃന്ദാവനിലേക്ക്, ഗോകുലത്തിലേക്ക് വന്നത്. ഞാൻ അങ്ങനെ അവിടെയൊക്കെ കണ്ടു, കുറേ നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് കുളിച്ചു. അങ്ങനെ എനിക്ക് 2 പുണ്യനദികളിൽ കുളിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. ഭയങ്കര ലക്കി. ഗംഗയും യമുനയും. പിന്നെ സരയൂ നദി, അത് അയോധ്യയിൽ വെച്ചായിരുന്നു. അതും അല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ ഇനി പോകാൻ പോകുന്ന ക്ഷേത്രമാണ് ബാക്കി വികാരി ടെമ്പിൾ. അതിനെക്കുറിച്ച് കുറേ പറയാനുണ്ട് കേട്ടോ. ഞാൻ വഴിയേ പറയാം. നമ്മൾ ഇന്നലെ കണ്ട ക്ഷേത്രങ്ങളൊക്കെ പിന്നീട് ഓരോ സ്വാമികൾ നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ്. പക്ഷേ നമ്മൾ ഇന്ന് കാണുന്നത് ചരിത്രത്തിലുള്ള ക്ഷേത്രങ്ങളാണ്. അതായത് ചിലതിനൊക്കെ ശ്രീകൃഷ്ണൻ്റെ ആ ഒരു സമയത്തെ 5000-ലധികം വർഷത്തേക്ക് പഴക്കമുള്ള ചരിത്രങ്ങൾ പറയാനുള്ള ക്ഷേത്രങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ബാക്കി ബിഹാരി ബാബ മന്ദിർ, അതായത് ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രം തന്നെയാണ്. ശ്രീകൃഷ്ണൻ്റെ ബാലരൂപമാണ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പിന്നെ ബലരാമൻ്റെ പേരിൽ കൂടെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. പക്ഷേ എനിക്കൊരു പണി പാളിപ്പോയി. ഇത് 9 മണിക്ക് തുറക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വിൻ്റർ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടേ ഈ ക്ഷേത്രം തുറക്കത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ഭക്തർ, ചെറിയ വഴിയാണ് കേട്ടോ ഇങ്ങോട്ട് വരാനുള്ള. അത് നമുക്ക് കാണുമ്പോൾ ഏതോ ഒരു കൊട്ടാരം പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ കയറിയില്ല. ഞാൻ വീണ്ടും ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഇവിടെ വെയിറ്റ് ചെയ്താലേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൻ്റെ വെളിയിൽ നിന്നുള്ള ഇതൊക്കെ എടുത്തു. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുമ്പോൾ, നിധിവൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ. അപ്പോൾ അവിടെ ഞാൻ ഇനി പോകുന്നുണ്ട്. അവിടെയാണ് ഏറെക്കുറെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു സ്ഥലം, വൃന്ദാവനിൽ. അതുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഇവിടെ കറക്റ്റ് പറഞ്ഞാൽ രാധയും കൃഷ്ണനും കൂടിച്ചേർന്നുള്ള ഒരു സങ്കല്പമാണ്. പക്ഷേ ശ്രീകൃഷ്ണൻ്റെ ഒരു ബാലരൂപമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നമ്മുടെ കൃഷ്ണരാധ സംഗമം എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു കൺസെപ്റ്റിലുള്ള ഒരു ക്ഷേത്രം കേട്ടോ. ഇപ്പോഴും ശ്രീകൃഷ്ണൻ ജീവനോടെ വരും എന്നൊക്കെ കരുതി ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിലൂടെയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ മൊബൈൽ കൊണ്ടുപോയപ്പോൾ ഒരാൾ പറഞ്ഞു, മൊബൈലെടുത്തകത്ത് ഈ കുരങ്ങ് അടിച്ചുകൊണ്ട് അവിടെ 2 പേര് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, കുരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിരിക്കണം ഇതിലേക്കൂടെ മൊബൈലും പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ. എപ്പോഴാണോ അടിച്ചുകൊണ്ട് പോകും, അത്രയും കുരങ്ങ് ശല്യം, ഭയങ്കര കുരങ്ങ് ശല്യം. അടിച്ചുകൊണ്ട് പോയാൽ പോയത് തന്നെയാണ്, പിന്നെ തിരിച്ച് കിട്ടാൻ ഒരു വഴിയില്ല. ഞാനങ്ങനെ കുരങ്ങിനെ പേടിച്ചാണ് ഫോണ് 2 കൈ കൊണ്ട് ഇറുക്കി പിടിച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. കുരങ്ങുകൾ ചുറ്റിനുമുണ്ട്. ഞാൻ കുരങ്ങുകളെ കാണുമ്പോൾ ഫോണെടുത്ത് അകത്ത് വയ്ക്കും. അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്തൊരു ലോക്കൽ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കയറിയ കാഴ്ചകളൊക്കെ കണ്ട ഒരു മാർക്കറ്റിൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. നമ്മളിവിടെ കാണാത്ത ഒരുപാട് വെജിറ്റബിൾസൊക്കെ ഉണ്ട് കേട്ടോ, ഇലക്കറികൾ, പിന്നെ റാഡിഷ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞാൻ പോകുന്നത് മധുവനിലേക്കാണ്. ഇവിടെ ഒരു ടെമ്പിളുണ്ട് കേട്ടോ, ഷഹ്ജി ടെമ്പിൾ അങ്ങനെയാണ് അതിൻ്റെ പേര്. പക്ഷേ ഇവിടെയും കുറച്ച് കഴിയും തുറക്കാൻ. അങ്ങനെ ഞാൻ അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് കറങ്ങി കണ്ട് ഞാൻ ഇനി വിചാരിച്ചു ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ ഈ നിധിവൻ കാണാനൊക്കെ
സമയമെടുക്കും. ഇതൊരു അന്യായ ക്ഷേത്രം കേട്ടോ. ഭയങ്കര അടിപൊളി ഇൻറ്റീരിയേഴ്സ്. ഇതിൻ്റെ ഫോട്ടോസ് ഗൂഗിളിലുണ്ടൊന്ന് ചെക്ക് ചെയ്തോ. ഇവിടെയെല്ലാം ശ്രീകൃഷ്ണനും രാധയും ഗോപികമാരൊക്കെ കളിച്ച് വളർന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇനി പോകുന്നത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുകളിൽ പ്രായമുള്ള, അതായത് ശ്രീകൃഷ്ണൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ചെടികളുള്ള, മരങ്ങളുള്ള ഒരു എന്തെന്ന് പറയാൻ, ശ്രീകൃഷ്ണൻ കളിച്ച് വളർന്ന ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഗോപികമാരോടൊപ്പം ശ്രീകൃഷ്ണൻ രാസലീലകളിൽ ഏർപ്പെട്ടു, അല്ലെങ്കിൽ രാധയുമായിട്ടൊക്കെ സല്ലപിച്ച് നടന്ന ഒരു സ്ഥലത്തേക്കാണ്. ഇവിടെ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ഒരുപാട് മിത്തുകൾ ഇതിനെ ചൊല്ലിയുണ്ട്. ഇതുവരെ സയൻറ്റിഫിക്കായിട്ട് ആർക്കും തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാനങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ നിധിവൻ, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്നത് മധുവൻ ടെമ്പിൾ എന്നാണ്. ഈ പറയുന്ന ഇതിൻ്റെ ഉള്ളിലാണ് ആ ചെടികളെന്ന് പറയുമ്പോൾ വനതുളസിയാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ 8 മണിയാകുമ്പോൾ ക്ഷേത്രം അടയ്ക്കും. 8 മണിക്ക് ശേഷം ഇങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല. 8 മണിക്ക് ശേഷം ഇവിടെയുള്ള കുരങ്ങുകളും എല്ലാം ഇവിടെ നിന്ന് പോവും. ഇവിടെ ഒരു ജീവജാലങ്ങളും കാണത്തില്ല. ഇവിടെ നേരെ ശ്രീകൃഷ്ണനും രാധയും ഗോപികമാരും, ഈ മരങ്ങളെല്ലാം ഗോപികമാരായി മാറും എന്നും ശ്രീകൃഷ്ണനും രാധയും വരുമെന്നും ഒരു കൺസെപ്റ്റുണ്ട്. ഈ നിൽക്കുന്നതെല്ലാം ഗോപികമാരെന്നാണ് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കണ്ട. ഇതൊക്കെ ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞത് വിശ്വസിച്ച് നടക്കുന്നൊരു കഥയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഇവിടെ ഒരു തൊഴുന്നൊരു സ്ഥലമുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോയ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. ആദ്യം അബോധാവസ്ഥയിലാവുകയും പിന്നീട് മരണപ്പെടുകയുമായിരുന്നു. ഇത്രയേറെ ഈ വനതുളസി ചെടികൾ ഏകദേശം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു 1000-ൽ അധികം വർഷങ്ങളുടെ പഴക്കം ആ സസ്യങ്ങൾക്കുണ്ട്. അത് കാണുമ്പോൾ അറിയാം. ഇതാണ് പ്രധാന ടെമ്പിൾ. ഇതിനെ രംഗ് മഹൽ എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അത്ഭുതങ്ങൾ, ഇവിടുത്തെ അത്ഭുതങ്ങൾ പുള്ളിക്കാരൻ വിശദീകരിക്കുന്നുണ്ട്. 4 पान के पत्ते और 4 लंबे दांतुन लेकर के आते हैं। सुहागिन माता बहनें होती है वो राधा रानी के लिए 16 श्रृंगार लेकर के आती है, जो कृष्ण भगवान अपने हाथ से राधा रानी और अपनी गोपियों को बैठ करके रात को अपने हाथों से श्रृंगार करते हैं। एक मंदिर में भगवान को सोने के लिए चांदी का डबल बेड रखा हुआ है, उसके ऊपर में 2 तकिया, एक चद्दर बिछा के, और बाहर से पंडित जी मंदिर को बंद करके दरवाजे के 7 ताले गेट के मार के बंद करके चले जाते हैं। और सुबह 6 बजे के बाद में जब पंडित जी मंदिर खोलने के लिए आते हैं तो देखते हैं लुटिया में से पानी पिया हुआ मिलता है। कटोरी में देखते हैं लड्डू फूटे हुए रहते हैं। राधा रानी का श्रृंगार मंदिर में गिरा हुआ, बिखरा हुआ, फैला हुआ पड़ा हुआ, चूड़ी, बिंदी, लिपस्टिक, धोती राधा रानी सब मंदिर में उतार के चली जाती है। रात को कृष्ण भगवान अपने हाथ से राधा रानी को श्रृंगार करते हैं और रात भर निधि वन के अंदर में रास लीला करते हैं। और सुबह 5 बजे के बाद में जब चांदी के डबल बेड पे आके भगवान सो जाते हैं, तो यही निधि वन की मेन जगह भगवान की। जो माता बहने राधा रानी की सेवा करानी हो तो 101 रुपये श्रृंगार सेवाएं। പുള്ളിക്കാരൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ രംഗ് മഹലിൻ്റെ ഉള്ളിൽ അതിൽ ഒരേ ഒരു വാതിലേ ഉള്ളൂ. അതിൻ്റെ ചുറ്റും വേറെ വിൻഡോയോ ഒന്നുമില്ല. അതൊരു 7 പൂട്ടിട്ടാണ് പൂട്ടുന്നത്. അതിൻ്റെ ഉള്ളിൽ അടച്ച ലഡു വയ്ക്കും, വെള്ളം വയ്ക്കും, പിന്നെ ഈ സിന്ദൂരം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വയ്ക്കും. എന്നിട്ട് ഈ പ്രധാന മന്ദിരം ഒരു 7 ലോക്ക് കൊണ്ട് പൂട്ടും. പക്ഷേ രാവിലെ വന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അടച്ചു വെച്ചിരുന്ന ആ ലഡു പാത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ലഡു കഴിച്ചിരിക്കും, കുറേ അവിടെ വെള്ളം കുടിച്ചിരിക്കും, പിന്നെ അവിടെ സിന്ദൂരം കിടക്കും ആ ബെഡിൽ അത്രയും. അങ്ങനെ കുറേ അത്ഭുതങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ വെറ്റിലയൊക്കെ ചെറുതായിട്ട് മുറുക്കിയിരിക്കും. അതിലോട്ട് ഒരു ജീവിക്ക് പോലും കിടക്കാനുള്ള ഒരു ഹോളോ ഒന്നുമില്ല. എന്നിട്ടും ഇത്രയും അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുമെന്നാണ്. ഇത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും. അത് ശ്രീകൃഷ്ണനാണെന്നാണ് അവരുടെ വിശ്വാസം.
ഒരുപാട് പേര് നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഒരുപാട് പേര് അത് സയൻറ്റിഫിക്കായിട്ട് തെളിയിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർക്ക് അതിനുള്ള ആൻസറൊന്നും ഇതുവരെ കിട്ടിയതായിട്ട് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല. അങ്ങനെ അടുത്തൊരു എൻ്റെ തൊട്ട് നമ്മളിങ്ങനെ കറങ്ങി വരുമ്പോൾ ഇതെല്ലാം ചരിത്രഭൂമികളാട്ടോ. ഇവിടെ എല്ലാം കൃഷ്ണനും രാധയും ബലരാമനും എല്ലാവരും നടന്ന് കളിച്ച് വളർന്ന മണ്ണാണ്. എൻ്റെ പൊന്നു, അതൊക്കെ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ സത്യം, ഈ മണ്ണിൽ കൂടെ കാല് വെച്ചിങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വെളിയിലിറങ്ങി. ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഈ ക്ഷേത്രത്തിന് ചുറ്റിപ്പറ്റിയുണ്ട് കേട്ടോ. ഇവിടെ നല്ലൊരു ബിസിനസ് കിടക്കുന്നുണ്ട്. ഒരു ഭിക്ഷാടകൻ ഇങ്ങനെ കുറേ ചില്ലറ വെച്ചിട്ടുണ്ട്. അപ്പോൾ നോട്ട് കൊടുക്കുമ്പോൾ ചില്ലറ കൊടുക്കും, അതിൽ കുറച്ച് ലാഭം. നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ ഭിക്ഷാടകർക്കൊക്കെ നടത്താൻ പറ്റിയൊരു ബിസിനസ്സാണ്. കാരണം നമ്മളൊക്കെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചില്ലറയില്ലാതെ നമ്മൾ വിഷമിക്കാറുണ്ട്. ഇങ്ങനെ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 രൂപ കൊടുക്കുമ്പോൾ ഒരു 8 രൂപ കൊടുത്താൽ മതി. അപ്പോൾ 2 രൂപ പുള്ളിക്കാരന് കിട്ടും. ഭിക്ഷ എടുക്കുന്നത് മാത്രത്തില്ല, പ്രോഫിറ്റും കിട്ടും. നല്ലൊരു ബിസിനസ്സാണ്. ഞാൻ ഫുൾ സപ്പോർട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അങ്ങനെ ആ ക്ഷേത്രത്തോട് ബൈ ബൈ പറഞ്ഞു. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്നൊരു മണ്ണാണ് ആ ക്ഷേത്രവും ഒക്കെ. ആ ക്ഷേത്രത്തെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് വിശപ്പടിച്ചു. ഞാൻ അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി. അവിടെയാണെങ്കിൽ പൂരി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിലെ പൂരി ഓർമ്മ വന്നു. പൂരിയും സബ്ജിയും. അങ്ങനെയെങ്കിൽ അത് പോരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിലെ പൂരിയുടെ ടേസ്റ്റൊക്കെ മനസ്സിലോർത്തു. അതിൻ്റെ എന്ത് തന്നാലും അവർ ഈ തൊട്ടടുത്ത് ഒരു അച്ചാർ വെച്ചേക്കും കേട്ടോ. അങ്ങനെ ഞാൻ പൂരി ഒന്ന് പൊളിച്ച് നോക്കി. അപ്പോഴാണ് പണിവാളിയത് അറിഞ്ഞത് അതിൻ്റെ അകത്ത് അത്രയും ഉലുവയായിരുന്നു. ഉലുവയാണെന്നാണ് തോന്നുന്നത്. ടേസ്റ്റ് നമ്മുടെ പൂരിയുടെ ഒരു ടേസ്റ്റൊന്നുമല്ല. കുഴപ്പമില്ല, കൊള്ളാം, കുഴപ്പം ഇല്ല. നമ്മുടെ നാവിന് പറ്റിയൊരു സംഭവം ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കഴിക്കാം, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് അത് കഴിച്ച് നേരെ ഇറങ്ങി നടത്തം തുടർന്നു. ഇനിയിവിടെ കുറച്ച് കാഴ്ചകൾ കൂടെ കാണാനുണ്ട്. പിന്നെ ഞാൻ ഇന്ന് രാത്രി നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇതാണ് UP-യിലെ മിൽമ ഓഫീസ് കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് രാത്രി എനിക്ക് 8:30-ക്കാണ് ട്രെയിൻ. അപ്പോൾ മധുര പോകണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. കാരണം എനിക്ക് ഇനി സമയം കിട്ടുമോ, ഇനി എത്ര സമയം എടുക്കും ഡൽഹിയിൽ എത്താനൊന്നും ഒരു പിടിയില്ല. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.